ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള പ്രിയ ദൈവമക്കളെ, ഇന്ന് ആഗോള തിരുസഭ വിശുദ്ധ ജോൺ മരിയ വിയാനിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു. ലോകം മുഴുവനുമുള്ള ഇടവക വൈദികരുടെ സ്വർഗീയ മധ്യസ്ഥനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ആർസ് എന്ന പട്ടണത്തിലെ തിന്മയിൽ കടന്നുപോയ ഒരു വലിയ ഇടവകയെ തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട്, പ്രാർത്ഥന കൊണ്ട്, സമർപ്പണം കൊണ്ട് വീണ്ടെടുത്ത മഹാവിശുദ്ധനാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഈ ഭൂമിയിൽ മനുഷ്യനെ സ്വർഗോന്മുഖരാക്കാൻ വിജ്ഞാനത്തിൻ്റെയും വിവേകത്തിൻ്റെയും അധിക ബലം ആവശ്യമില്ലെന്ന് തെളിയിച്ച വ്യക്തി കൂടി. ഈ ലോകത്തിൻ്റെ ഒരു ബലങ്ങളും പ്രത്യേകമായി ഉണ്ടാകാതിരുന്ന ഒരു വ്യക്തി ദൈവത്തിൻ്റെ സ്നേഹവും കരുതലും ഹൃദയത്തിൽ സ്വീകരിച്ചുകൊണ്ട് ആ കൃപയുടെ വെട്ടത്തിൽ ആയിരങ്ങളെ സ്വർഗത്തിന് യോഗ്യനാക്കി തീർത്തു. ഒരു മനുഷ്യൻ്റെ വിശുദ്ധി കൊണ്ട് ഒരു വലിയ സമൂഹത്തെ വിശുദ്ധീകരിച്ച വ്യക്തി. കുമ്പസാരക്കൂടായിരുന്നു രക്ഷയുടെയും വീണ്ടെടുപ്പിൻ്റെയും ഇടം. ഈ ലോക ജീവിതത്തിൽ മനുഷ്യൻ വന്നുപോയ എല്ലാ വീഴ്ചകളും പൊറുക്കുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ദൈവം കരുണയോടെ നമ്മെ നോക്കുന്നുവെന്നും അങ്ങനെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിലേക്ക് അനുതാപപൂർവ്വം തിരിഞ്ഞു വരുന്ന എല്ലാവർക്കും രക്ഷയും സ്വർഗീയ കൃപയുമുണ്ടെന്ന് ഭൂമിയെ പഠിപ്പിച്ച മഹത്തായ കൃപയുടെ അടയാളം കൂടിയാണ് വിശുദ്ധ ജോൺ മരിയ വിയാനി. ഇന്നേ ദിവസം പ്രത്യേകമായ വിധത്തിൽ പുരോഹിതരെ ഓർത്ത് പ്രാർത്ഥിക്കുന്ന ദിവസമാണ്. സത്യത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൻ്റെ വഴികളിൽ ആരംഭം മുതൽ അവസാനത്തോളം ഒരു പുരോഹിതൻ്റെ സാന്നിധ്യം ആവശ്യമുണ്ട്. ഒരു കൊച്ചുകുഞ്ഞിൻ്റെ നെറ്റിത്തടത്തിൽ കുരിശ് വരച്ച് അഭിഷേക തൈലം പൂശി ജ്ഞാനസ്നാനപ്പെടുത്തുന്നത് മുതൽ അന്ത്യയാത്രയിൽ നമ്മുടെ ശവമഞ്ചത്തിന് മുൻപേ പ്രാർത്ഥനാപൂരിതമായി അനുയാത്ര ചെയ്യാൻ ഒരു പുരോഹിതൻ. ജീവിതത്തിൻ്റെ എല്ലാ വേളകളിലും നാം ആശ്രയിക്കുന്ന അഭയകേന്ദ്രം കൂടിയാണ് പുരോഹിതൻ. ഓരോ പുരോഹിതനും അങ്ങനെ ആവുക തന്നെ വേണം. മനുഷ്യൻ്റെ ജീവിതത്തിൻ്റെ സങ്കടങ്ങളും നൊമ്പരങ്ങളും പാപവും ഇറക്കി വെക്കാനൊരു ഇടം. ഭൂമിയിലെ ഏറ്റവും വലിയ ആശ്വാസത്തിൻ്റെ തണലാണത്. ഈ പുണ്യഭൂമിയിൽ ഓരോ പുരോഹിതനും ക്രിസ്തുവിൻ്റെ മനസ്സും ഹൃദയമുള്ളവനായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു. കാരണമുണ്ട്. ക്രിസ്തു കേട്ടതുപോലെ കേൾക്കാൻ, ക്രിസ്തു തൊട്ടതുപോലെ തൊടാൻ, ക്രിസ്തു ആശ്വസിപ്പിച്ചതുപോലെ ആശ്വാസത്തിൻ്റെ ബലം നൽകാൻ, ക്രിസ്തു കരുതുകയും സംരക്ഷിക്കുകയും ചെയ്തതുപോലെ അതേ മനസ്സോടുകൂടി സംരക്ഷിക്കുവാൻ, വിധിക്കാതിരിക്കാൻ, വീണ്ടെടുക്കുവാൻ, ജീവിതത്തിൻ്റെ ഇടർച്ചയിൽ വീണു പോയവനെ പോലും ചേർത്ത് പിടിക്കാൻ നമുക്ക് പുരോഹിതനെ ആവശ്യമാണ്. അമ്മയുടെ ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ സ്വർഗം പേര് ചൊല്ലി വിളിച്ച് വിശുദ്ധീകരിച്ച് മാറ്റി നിർത്തി സമയത്തിൻ്റെ പൂർണ്ണതയിൽ അഭിഷേകം ചെയ്ത് ബലിപീഠ ശുശ്രൂഷയ്ക്കായി സമർപ്പിക്കപ്പെട്ടവനാണ് ഭൂമിയിലെ എല്ലാ പുരോഹിതരും. അതുകൊണ്ട് തന്നെ ദൈവത്തിൻ്റെ പ്രത്യേകമായ ഇടപെടൽ ഇന്നും ഈ ഭൂമിയിൽ പുരോഹിതരിലൂടെ നാം അനുഭവിക്കുന്നുമുണ്ട്. എന്നാൽ ഇടറിപ്പോയവരും വഴിതെറ്റിപ്പോയവരും ഏറെയുള്ള ഈ ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുക. എങ്കിലും നാം കൂടുതൽ സ്നേഹത്തോടെ, തീക്ഷ്ണതയോടെ ദൈവത്തിരുസന്നിധിയിൽ പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അവിടെ വിശുദ്ധീകരണത്തിനായി നാം ദൈവത്തിരുസന്നിധിയിൽ ഹൃദയവും കരങ്ങളും ഉയർത്തേണ്ടതുണ്ട്. ഞാൻ വിശ്വസിക്കുന്നു, ഭൂമിയിൽ നാം നിറകണ്ണുകളോടുകൂടി ദൈവത്തിരുസന്നിധിയിൽ നമുക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന പുരോഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ഭൂമിയിലെ ഒരു പുരോഹിതനും ഇടറിപ്പോകില്ല, വഴിതെറ്റിപ്പോകില്ല. കാരണം എന്തെന്നോ, സ്വർഗം തിരഞ്ഞെടുത്തവരാണ് അവർ ആഗ്രഹിച്ചതുകൊണ്ട്, ഇഷ്ടപ്പെട്ടതുകൊണ്ടല്ല, സ്വർഗം അവരെ ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ്. അതുകൊണ്ട് തന്നെ ഓരോ പുരോഹിതനും ദൈവത്തിൻ്റെ ഭൂമിയിലെ അടയാളമാണ്. ദൈവത്തിന് അവനെ ആവശ്യമുണ്ട്. എല്ലാ ബലങ്ങളും ഉള്ളതുകൊണ്ടല്ല ഒരുവനും പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്നത്, മറിച്ച് ദൈവം ദാനമായി നൽകി കൃപ സ്വീകരിച്ചതുകൊണ്ട് മാത്രമാണ്. അപ്പോസ്തലനായ പൗലോസ് കൂട്ടിച്ചേർക്കുന്നുണ്ട്, ബലവാന്മാരെ ലജ്ജിപ്പിക്കുവാൻ അവിടുന്ന് ബലഹീനരെ തിരഞ്ഞെടുത്തു. ഇങ്ങനെ ചെയ്തത് ദൈവത്തിരുസന്നിധിയിൽ ആരും അഹങ്കരിക്കാതിരിക്കാനാണ്. ഈ ഭൂമിയിൽ ഒരു പുരോഹിതനും
അഹങ്കരിക്കുവാൻ ഒന്നുമില്ല. പൗലോസ് അപ്പോസ്തലൻ തന്നെ കൂട്ടിച്ചേർക്കുന്നുണ്ട്, എല്ലാം ദാനമായിരിക്കെ ഒന്നും ദാനമല്ല എന്ന പോലെ നീ ജീവിച്ചു പോകുന്നതെന്ത്? നമ്മുടെ പുരോഹിത ശ്രേഷ്ഠർ ഭൂമിക്ക് അനുഗ്രഹമാണ്, സ്വർഗം ഭൂമിയിൽ കത്തിച്ചു വെച്ച വിളക്കാണ്. അവിടെ ജീവിതം അനേകർക്ക് പ്രചോദനമാകട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹവും ഹൃദയവും ആ സ്നേഹത്തിൻ്റെ ആഴവും കാണാൻ ഓരോ പുരോഹിതനും പ്രതിജ്ഞാബദ്ധരാണ്. പൗരോഹിത്യ ശുശ്രൂഷ ചെയ്യുന്ന സകലരെയും ഈ ദിനം ക്രിസ്തു സ്നേഹത്തിൽ സമർപ്പിച്ച് നമുക്ക് അവർക്കായി പ്രാർത്ഥിക്കാം. ക്രിസ്തുവിൻ്റെ ബലിപീഠ ശുശ്രൂഷയ്ക്കായി ദൈവം തിരഞ്ഞെടുത്ത ഓരോ പുരോഹിതനും വിശ്വസ്തയോടെ വിശുദ്ധ ജോൺ മരിയ വിയാനിയെ പോലെ നിഷ്കളങ്ക സ്നേഹത്തിൽ ജീവിത വിശുദ്ധിയുടെ പൂർണ്ണതയിൽ ശുശ്രൂഷ ചെയ്യുവാൻ അനുഗ്രഹം നൽകണമേ എന്ന് ഈ ദിനം നമുക്കും പ്രാർത്ഥിക്കാം. കർത്താവ് നിങ്ങളോട് കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നമ്മെ ഏവരെയും സമൃദ്ധമായി അനുഗ്രഹിച്ച് ആശീർവദിക്കുമാറാകട്ടെ. ആമേൻ.